മോളെ, ഞാൻ കൃഷ്ണ ക്ലിനിക്കിൽ പോയിരുന്നു. ആരാധ്യയെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് അവരാ പറഞ്ഞത്. എങ്ങനെയുണ്ട് ആരാധ്യ മോൾക്ക്? എന്തിനാ ഈ നാടകം? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ എന്തിനാ വന്നത്? ഞങ്ങൾ ചത്തോന്നറിയാനാണോ? മക്കളെ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്ക് ബോധം വീണപ്പോ മുതൽ കാറിൽ നിന്ന് കിട്ടിയ ഈ ഫോണുമായി ഞാൻ നിങ്ങളെ തിരക്കി നടക്കുമായിരുന്നു. അതെ അതെ, കൂടുതൽ അഭിനയൊന്നും വേണ്ട. സ്വന്തം മക്കൾക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി ഗുണ്ടകളെ കൂട്ടി അവരെ ആക്രമിക്കുന്ന ഒരച്ഛൻ. എന്തൊരു മനുഷ്യനാണോ നിങ്ങള്? ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്നോ നിങ്ങൾ ഈ പറയുന്നത്? എന്നെ വെറുതെ തെറ്റിദ്ധരിക്കില്ലേ മക്കളെ. നടന്ന സംഭവങ്ങൾക്കൊന്നും പിന്നിൽ ഞാനല്ല. ഒന്നും ഞാൻ അറിഞ്ഞതല്ല. ഇനിയെങ്കിലും മതിയാക്കി കൂടെ ഈ കള്ളനാടകം. നിങ്ങൾ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലേ? വിളിച്ചു പോരുത് അങ്ങനെ. അന്നെന്റെ ബർത്ത്ഡേയുടെ അന്ന് ഫുഡ് പോയ്സണിംഗ് പ്ലാൻ ചെയ്ത് നിങ്ങളാ. അതൊക്കെ ഞാൻ അറിഞ്ഞു. ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു. പക്ഷെ ഇന്ന് വരെ നിങ്ങളുടെ മക്കളായ ഞങ്ങളല്ലാതെ മറ്റൊരാളും ഇത് അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്തൊക്കെ ഇനി വെറുതെ മറച്ചു വയ്ക്കാൻ നോക്കണ്ട. ഇതുവരെ നിങ്ങളോടുണ്ടായിരുന്ന സെന്റിമെന്റ്സ് ഒക്കെ ഈ ഒരൊറ്റ കാര്യത്തോടെ തീർന്നു. അപ്പോ ഇവിടെ നടന്നതിന്റെയൊക്കെ പിന്നിൽ നിങ്ങളായിരുന്നല്ലേ? ഇനി നിങ്ങളെ ഞങ്ങൾക്ക് ആർക്കും കാണണ്ട. പോയിക്കൂടെ ഇവിടുന്ന്? ഇവര് പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? ഇത് നമ്മൾ കരയാനുള്ള സമയമല്ല. നമ്മൾ തകരുകയല്ല. ധൈര്യം സംഭരിച്ച് പിടിച്ചു നിൽക്കാൻ വേണ്ടത്. അത് ആരാധ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥനകളിലൊക്കെ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഇത്രയും സന്തോഷമുള്ള ദിവസം തന്നെ ഈ സങ്കടം തന്ന ദൈവങ്ങളോട് ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല. എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ അമ്മയോട് മാത്രം. ആരാധ്യക്ക് ഒരു കുഴപ്പമില്ലാതെ അമ്മ തന്നെ കാക്കട്ടെ. ആരാധ്യയുടെ സർജറി കഴിഞ്ഞു. തോളലൊടിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റീൽ റോഡ് ഇടേണ്ടി വന്നു. എന്തായാലും ഒരു 3 മാസം പൂർണ്ണമായി റെസ്റ്റ് എടുത്തേ പറ്റൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അനക്കയോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് അവൻ ആതിരയേക്കാൾ ആഗ്രഹിച്ചത് ആരാധ്യയായിരുന്നു. ഇനി ഒരിക്കലും അവൾ ആഗ്രഹിച്ചതുപോലെ പോലീസ് സർവീസിൽ കയറാനാവില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.